എറണാകുളം ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്ന വാർത്ത. യുവാവിന്റെ മർദ്ദനത്തിനിരയായ പോക്സോ അതിജീവിതയുടെ നില അതീവ ഗുരുതരമെന്നാണ്. സംഭവത്തിൽ ആൺസുഹൃത്തിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എത്തിയ യുവാവ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. പെൺകുട്ടി മരിച്ചെന്ന സംശയത്തിൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പ്രതി വീട്ടിൽ വരുന്നതിനെ പലതവണ താൻ വിലക്കിയിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. വളരെ മോശം. രാവിലെ ഡോക്ടറെ കാണാൻ ഇപ്പം ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബ്രെയിൻ മുഴുവൻ ഡാമേജായി. ഇനി ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫങ്ഷനും ഉള്ളൂ. അതും പയ്യെ ഇതാവും. ഇവ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുകയെന്ന്. കാരണം നീ അവൻ്റെ കൂടെയല്ലേ, നീ ഇവൻ്റെ കൂടെയല്ലേ എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെ ആയിപ്പോയി. അത് തർക്കമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഇവിടെ വരുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്ന കക്ഷിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നേരത്തെ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ വരികയും അതിൽ നമ്മുടെ പരിസരവാസിയായിട്ടുള്ള ഒരു പയ്യനെ രാത്രി വന്നപ്പോൾ വണ്ടി ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ വട്ടം വെച്ചു വണ്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അപ്പോൾ ഇവർ 20 പേരടങ്ങുന്ന കുടുംബക്കാർ 20 കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു മാസ് പെറ്റീഷനായിട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു മാസം ആകാൻ പോകണമെന്ന് തോന്നുന്നു. പോലീസ് കാര്യമായിട്ട് ഒരു പരിശോധന എന്തെങ്കിലും നടത്തിയിരുന്നു? അവർ പരിശോധന നടത്തുന്നുണ്ടെന്നും അവരിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ പോലീസ് വരും. വാർഡ് മെമ്പറുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ പെൺകുട്ടി എന്നതാണോ നമുക്കും ലഭിച്ചിരിക്കുന്ന വിവരം? മറ്റൊന്ന്, എങ്ങനെയാണ് ഇയാൾക്ക് സ്ഥിരമായി ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നത്? ആ വീട്ടിൽ ആരും ഇതിനെ തടയാതിരുന്നത് എന്തുകൊണ്ടാണ്? അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അനുജ, കഴിഞ്ഞ ഒരു വർഷമായി ആൺസുഹൃത്തുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്നാണ് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അയാൾ അടിക്കടി ഇവിടെ വരാറുണ്ടായിരുന്നു. ഇത് അമ്മ ചോദ്യം ചെയ്തിരുന്നു. അമ്മ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അമ്മയോട് ഈ പെൺകുട്ടി തട്ടിക്കയറുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ അമ്മ ഇയാൾ നിരന്തരം ഇങ്ങോട്ടേക്ക് വരുന്നൊരു പശ്ചാത്തലത്തിൽ അവർ ഇവിടെ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. അമ്മ മാറി താമസിച്ച സാഹചര്യത്തിൽ ആ പെൺകുട്ടി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി ഈ ആൺസുഹൃത്ത് ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തി ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ സുഹൃത്ത് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഇതിൽ 2 സാധ്യതകൾ പോലീസ് പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു. അതിലൊന്ന് ഒരു ആത്മഹത്യാ ശ്രമമായിരിക്കാം. മറ്റൊന്ന്, ഈ ആൺസുഹൃത്ത് കുരുക്ക് മുറുക്കിയതാണോ എന്നൊരു സംശയം പറയുന്നു. ഈ ആൺസുഹൃത്ത് നിലവിൽ കസ്റ്റഡിയിലാണ്. പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: താനും ആ പെൺകുട്ടിയും തമ്മിൽ അന്ന് തർക്കമുണ്ടായി, താൻ അവരെ മർദ്ദിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിൽ മനം നൊന്ത് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ ഘട്ടത്തിൽ താൻ ആ പെൺകുട്ടിയുടെ ഈ കയർ അറുത്ത് മുറിച്ച് ഇട്ട ശേഷം ആ പെൺകുട്ടി മരിച്ചു എന്ന ധാരണയിൽ താൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അതല്ലാതെ താൻ അത്തരത്തിൽ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് ഈ ആൺ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുകയാണ്. നിലവിൽ ഈ വീട്ടിൽ ഫോറൻസിക് പരിശോധന അടക്കം പുരോഗമിക്കുന്നുണ്ട്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ മറ്റൊരു സുഹൃത്താണ് ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ അയാളെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. നിലവിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആൺസുഹൃത്താണ്. അയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഈ അമ്മ ഈ വീട്ടിൽ നിന്ന് ഏറെ നാളായി മാറി നിൽക്കുകയാണ്. അച്ഛൻ കുറെ നാൾക്ക് മുൻപ് തന്നെ മരിച്ചിരുന്നു. കുട്ടിക്ക് പഠനവൈകല്യം അടക്കം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് നാട്ടുകാർ പറയുന്നത് ഇയാൾ ഇവിടെ എത്തി ഇവിടുത്തെ നാട്ടുകാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇയാൾക്കെതിരെ പരാതിയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. 1 മാസം മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. പോലീസ് അടിക്കടി ഇവിടെ പരിശോധനകളൊക്കെ നടത്താറുണ്ടായിരുന്നു എന്നാണ് വാർഡ് മെമ്പർ പറഞ്ഞത്. നാട്ടുകാർ പക്ഷേ അത്തരത്തിൽ പോലീസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി അറിയാൻ ഈ ആൺസുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് മുന്നോട്ട് പോകുക. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. അത് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇതിനോടകം തന്നെ ബ്രെയിനിന്റെ ഒരു പകുതി പ്രവർത്തനമൊക്കെ നിലച്ച മട്ടിലാണുള്ളത്. അനുജ, ശരി. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് നിലയ്ക്കുന്ന അവസ്ഥയിൽ ബ്രെയിൻ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് അമ്മ നമ്മളോട് പറഞ്ഞത്.